ഹായ് ഓൾ, എല്ലാവർക്കും ഡോക്ടർ മാലിനീസ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് ഒരു പഴമയുടെ രുചി നോക്കാം. വേപ്പില കട്ടി. നമ്മുടെ ചോറിനും അതുപോലെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ നല്ല ഒന്നാന്തരം കോമ്പിനേഷനാണ് വേപ്പില കട്ടി എന്നുള്ളത്. ഇത് മധ്യ കേരളത്തിലാണ് പ്രസിദ്ധമായിരിക്കുന്നത്. പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ തേങ്ങ ചേർത്തിട്ടും വേപ്പില കട്ടി ഉണ്ടാക്കാം, തേങ്ങ ചേർക്കാണ്ടേ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് തേങ്ങ ചേർത്തിട്ടുള്ള വേപ്പില കട്ടിയാണ് കേട്ടോ. ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് വേപ്പില കട്ടി. നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരുമ്പോഴോ ഒക്കെ കുറച്ച് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കുന്ന ഒരു വിഭവമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. വേപ്പിലക്കട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തേങ്ങയാണ്. അത് നന്നായിട്ട് ഇതുപോലെ നൈസായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. ഇവിടെ 2 പിടി കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. 1 പിടി, അതുപോലെ 2 പിടി. അപ്പോൾ 2 തേങ്ങയ്ക്ക് 2 പിടി കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുനാരകത്തിൻ്റെ ഇലയാണ്. ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു അരപ്പിടി ചെറുനാരകത്തിൻ്റെ ഇല. അതിൽ തന്നെ മൂത്ത ഇലകളാണെങ്കിൽ അതിൻ്റെ നടുക്കിലുള്ള തണ്ട് നമുക്ക് എടുത്ത് കളയണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത് പൊടിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ആരൊക്കെ ആയിട്ടിരിക്കും. അതുകൊണ്ട് ഈ തണ്ട് എടുത്ത് മാറ്റി കളയുക. എന്നാൽ ചെറിയ ഇലകളാണെങ്കിൽ അത് ഇതുപോലെ മുറിച്ചിട്ടാൽ മതി. 2ആയിട്ട് മുറിച്ചിടാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളകാണ്. എരിവുള്ള 6 മുളകും അതുപോലെ എരിവില്ലാത്ത 10 പിരിയൻ മുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ വേണ്ടത് വാളംപുളി. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 8 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി തന്നെ വേണമെന്നില്ല, നല്ല അടി കട്ടിയുള്ള പാത്രമായാലും മതി. നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഡയറക്റ്റ്ലി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളി അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടിയ ശേഷം നമുക്ക് അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ചെറുതായി നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയിട്ട്, വളരെ നേരിയതായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുനാരകത്തിൻ്റെ ഇല അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ തേങ്ങയുടെ വറവാണ്. അപ്പോൾ തേങ്ങ നമ്മൾ വലിയ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ആ തേങ്ങയുടെ കളറ് മാറുന്നേ ഉള്ളൂ, അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ഇതിനെ വാട്ടിയെടുക്കുക. ഒരു പകുതി വേവായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളി ചെറുതായിട്ട് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വാളംപുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വാട്ടിയെടുക്കുക. കുറച്ചൊരു സമയം എടുക്കും, എന്നാലും ഇത് ക്ഷമയോടെ പതുക്കെ ഇളക്കി വാട്ടിയെടുക്കുക. തേങ്ങയുടെ കളറ് മാറി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വാട്ടിയെടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. ഇതിന് ഞാനിപ്പോൾ അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കുകയാണ്. കാരണം ഉരുളിയുടെ ചൂടും കൂടി ആകുമ്പോഴത്തേനും ഒരുപാട് വെന്ത് കരിഞ്ഞു പോവും. നമുക്കിത് വാങ്ങി വെക്കാം. വാങ്ങി വെച്ച ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. തണുക്കുന്നത് വരെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതാകെ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തണുത്ത ശേഷം ഉടനെ തന്നെ നമുക്ക് പൊടിച്ചെടുത്ത് വെക്കണം. ആവശ്യമുള്ളത്ര ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത് വെക്കുക. കാര്യം ഇത് പിറ്റേ ദിവസത്തേക്കൊക്കെ വെച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ തണുത്ത് പോവും. ഇതിലേക്ക് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രയും വേപ്പില കട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ആവശ്യമുള്ളത്ര വേപ്പില കട്ടി ഒരു പാത്രത്തിലേക്ക് എടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ചാലിച്ച് കൊടുക്കാം. എന്നിട്ട് അതിനൊരു ഇതുപോലുള്ള സെമി സോളിഡ്
കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.